ഇപ്പം വളരെ സജീവമായിട്ടുള്ള ഒരു പ്രശ്നം ദിവ്യ എസ് അയ്യർ IAS അവരുടെ കൂടെ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹം വേറൊരു അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ നല്ല വിശ്വാസത്തിൽ അവർ നടത്തിയ ഒരു പരാമർശത്തെ വളരെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ്. സുധാകരൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും അങ്ങനെ പറയുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല. പക്ഷേ മുരളിയെപ്പോലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം കോൺഗ്രസിൽ നിന്ന് പല അനുഭവങ്ങളും ഒരു കാലഘട്ടത്തിൽ മുരളിക്കുണ്ടായിരുന്നതാണ്. മുരളിയെപ്പോലുള്ള കാർത്തികേയനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് പുകച്ചു ചാടിക്കുന്നതിന് അന്ന് ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രം സാധാരണ നിലയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ചില വിഷയങ്ങളുമായി കോർത്ത് കെട്ടിക്കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം തന്നെ മുരളിക്കെതിരായി വന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളതറിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കാല് തിരുമ്പുന്ന സോപ്പ് വെള്ളം കൂട്ടി കഴുകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു IAS ഉദ്യോഗസ്ഥയെ മ്ലേച്ഛമായ ഭാഷയിൽ അവഹേളിക്കുകയാണ്, അപമാനിക്കുകയാണ്. ചുരുങ്ങിയ പക്ഷം ഒരു സ്ത്രീയോട് കാട്ടേണ്ട മാന്യത കാട്ടിയില്ല. ഒരു സഹപ്രവർത്തകൻ്റെ ഭാര്യ കൂടിയാണ് അവർ നമ്മളെ ശബരിയുടെ ഭാര്യയാണ്. ആ പരിഗണന കാട്ടിയില്ല. കാർത്തികേയൻ്റെ മരുമക്കളാണ്. ആ പരിഗണനയും കാട്ടിയില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുരളിക്ക് കിട്ടിയ, ഒരു കാലഘട്ടത്തിൽ കാർത്തികേയന് കിട്ടിയ അതേ അനുഭവം തന്നെയായിരിക്കും ശബരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ബ്യൂറോക്രസിയിലെ ഒരു ഉണ്ണിയാർച്ചയായി ദിവ്യ എസ് നായർ മാറിക്കഴിഞ്ഞു. അയ്യർ അവരങ്ങനെ തകർക്കാൻ കഴിയില്ല. പിന്നെ സാധാരണ നിലയിൽ ഔപചാരിക തലത്തിൽ ഒന്നായി പ്രവർത്തിച്ച ആൾക്കാർ ഒരു രംഗത്ത് നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായും ഈ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ പറയില്ലേ. ഇപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് നമ്മുടെ രാജീവനും അതുപോലെ തന്നെ നമ്മുടെ ഗുലാം നബി ആസാദും അവരുടെ കാലാവധി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം കരയുന്ന രൂപത്തിലല്ലേ സംസാരിച്ച്, സ്വാഭാവികമല്ലേ. അപ്പോൾ അത് വളരെ 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 പ്രതിഷേധാർഹമാണ്. കേരളത്തിലെ പൊതുസമൂഹം അതിനെ ശക്തമായി പ്രതികരിക്കണം. KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ഭാഷ അതായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞത്. ഞാനിട്ട പോസ്റ്റ് 12-നാണ്, അയാൾ മറുപടി പറയുന്നത് 16-ാം തീയതിയാണ്. ഞാൻ അയാൾ മറുപടി പറയുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള മറുപടിയും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർ തെളിവാ. അയാളെ പേര് പറഞ്ഞിരിക്കേണ്ട, ഞാൻ അയാളോട് സ്വകാര്യമായിട്ട് പറയാം. അന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. അവരുടെ ചില പേരുകൾ ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ MM വിജയമാഷ് മരണപ്പെട്ടുപോയി. അദ്ദേഹം കണ്ടൊരു കാഴ്ചയാണിത്. ഇന്ദുചൂടൻ സാർ മരണപ്പെട്ടുപോയി. ഇപ്പോൾ സുകുമാരൻ മാഷുണ്ട്, ഹിന്ദി പ്രൊഫസറാണ് തിരുവനന്തപുരത്ത്. അയാളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആൾക്കാർ, കുട്ടികൾ, അന്നത്തെ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. UV കുമാരൻ, അയാൾ BEd കോളേജ് പ്രിൻസിപ്പാളായിരുന്നു.
അതുപോലെ തന്നെ അന്നത്തെ ചെയർമാൻ രാമോഹൻ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ചന്ദ്രമോഹൻ, കുന്നംകുളം MLA, അന്ന് പ്രണംകുളയിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഈ കാര്യം വേറൊരു രൂപത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഞാനിതെവിടെ അങ്ങനെ പരാമർശിച്ചിരുന്നില്ല. പല അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സാധാരണ നിലയിൽ ഇത് പണ്ട് പിണറായി സൂചിപ്പിച്ചൊരു കാര്യമാണ് കേട്ടോ, ഞാനത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് ഞാൻ പാർട്ടിയുടെ കുരക്കുന്ന പട്ടിയാണെന്നാണ് പറഞ്ഞത്. അത് ശരിയാ, ഞാൻ പാർട്ടിയുടെ കുരക്കുന്ന പട്ടി തന്നെയാണ്. ഈ പ്രയോഗം ഒരിക്കൽ സ്റ്റീഫൻ ലോകസഭയിൽ ജ്യോതിർമയ് വാസുവിനെതിരായിട്ട് പറഞ്ഞു. അന്ന് ഞാൻ ലോകസഭയിലുണ്ട്, 80-85 കാലഘട്ടം. അതിനെ സ്റ്റീഫൻ്റെ മുഖത്ത് നോക്കി ജ്യോതിർമയ് വാസു പറഞ്ഞത്, ഞാൻ കുരക്കുന്ന പട്ടി, അക്കാര്യത്തിൽ സംശയമില്ല, പക്ഷേ ഞാൻ തന്നെ പോലെ വാലാട്ടുന്ന പട്ടിയല്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. പിന്നെ ഒരു കോൺഗ്രസിൻ്റെ KPCC പ്രസിഡൻറ്റിൻ്റെ തല പൊട്ടാൻ വേണ്ടി കൂടോത്രം നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തല്ലേ കൂടോത്രം നടത്തി. അതിന് ഇത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു വല്ലാത്ത കഴിവുള്ളൊരു സാധനം തന്നെയാണ് കൂടോത്രം. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സുധാകരൻ എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ ഇനിയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് പറയാം. ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അന്നത്തെ രംഗം കണ്ട ആൾക്കാർ. അതുകൊണ്ട് അധികം വിവാദമാക്കാൻ അധികം ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു പ്രത്യേക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചതാണ്. കേരളത്തിൽ നല്ല രൂപത്തിലുള്ള പ്രതികരണമാണ് പൊതുവിൽ അതിൽ ഉണ്ടായത്, നല്ല രൂപത്തിൽ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ഗൗരവത്തെയും അതിൻ്റെ വൈകാരികമായിട്ടുള്ള തലത്തെയും ഇല്ലാതാക്കുന്നതിന് ഞാൻ തന്നെ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല.